പൗരാണിക ഇന്ത്യയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും നിയമജ്ഞനും രാജ ഉപദേശകനുമായിരുന്നു ചാണക്യൻ. കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. ആദ്യത്തെ മൗര്യ ചക്രവർത്തിയായ ചന്ദ്രഗുപ്തനെ അധികാരത്തിലെത്താൻ സഹായിച്ചത് ചാണക്യൻ്റെ തന്ത്രങ്ങളായിരുന്നു. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ചാണക്യനാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ പ്രസിദ്ധമാണ്. ചാണക്യൻ്റെ വാക്കുകൾ പിന്തുടരുന്നതിലൂടെ ഒരാൾക്ക് എന്തും നേടാനും അവൻ്റെ ജീവിതം വളരെ എളുപ്പമാക്കാനും കഴിയും. മനുഷ്യൻ്റെ ജീവിതത്തിനായി ചാണക്യൻ രചിച്ചതാണ് ചാണക്യനീതി. ജീവിതത്തിൽ വിജയിക്കാനായി ചാണക്യൻ നിർദ്ദേശിക്കുന്ന പല വഴികളും ഇതിലുണ്ട്. ഇവ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നേടാനാകും. എല്ലാവരുടെയും സമയം എല്ലായ്പ്പോഴും ഒരുപോലെയല്ലെന്ന് ചാണക്യൻ പറയുന്നു. ചിലപ്പോൾ നല്ലതും ചിലപ്പോൾ ചീത്ത സമയവും ഒരാൾക്ക് വരാം. ചാണക്യനീതിയിൽ അത്തരം ചില സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങളെ അഗ്നിയേക്കാൾ വേദനിപ്പിക്കും. 1. ഉപജീവനത്തിനായി ആരെയെങ്കിലും ആശ്രയിക്കുന്നത്. ഈ ലോകത്തിൽ ജനിച്ച ഓരോ സുബോധമുള്ള വ്യക്തിയും അവരുടെ വൈകല്യങ്ങളെ പരിഗണിക്കാതെ സ്വയം ജീവിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങളുടെ ശരീരമല്ല, ഇച്ഛാശക്തിയും അറിവുമാണ് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. 2ാമത്തെ പോയിന്റ്, വാർദ്ധക്യത്തിൽ ഇണയെ പിരിയുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും ദുർബലമായ വൈകാരിക ഘടകം ജീവിതത്തിൻ്റെ 2 ഘട്ടങ്ങളിൽ വരുന്നു. ഒന്ന് കുട്ടിക്കാലത്തും അടുത്തത് വാർദ്ധക്യത്തിലും. ജീവിതത്തിൻ്റെ ഈ ഘട്ടങ്ങളിൽ ഒരു വ്യക്തി വൈകാരിക പിന്തുണയ്ക്കായി യഥാക്രമം മാതാപിതാക്കളെയും ഇണയെയും ആശ്രയിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ഇണയെ മരണം തട്ടിയെടുത്താൽ അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന്. വാർദ്ധക്യത്തിൽ നിങ്ങളുടെ പങ്കാളിയെപ്പോലെ വൈകാരികമായി പിന്തുണയ്ക്കാൻ ആരും വരില്ല. ആ പിന്തുണ പോയാൽ അത് പിന്നീട് നിങ്ങളുടെ മരണം വരെ ഒരു പീഡനകാലമായിരിക്കും. 3ാമത്തെ പോയിന്റ്, പ്രതിഫലത്തിൻ്റെ പങ്ക് പറ്റുന്നത്. എല്ലാ കഠിനാധ്വാനത്തിനും പ്രയത്നത്തിനും ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നു. പക്ഷേ ചിലർ നിങ്ങളുടെ പ്രതിഫലത്തിൻ്റെ പങ്ക് തട്ടിയെടുക്കുന്നു. അത് നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ അതൊരു നിർഭാഗ്യകരമായ കാര്യമാണെന്ന് അറിയുക. ഒരു സന്മനസ്സുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഉപജീവനത്തിനായി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നാൽ അതിൽ പരം വിഷമം വേറെയില്ല. ഒരു മനുഷ്യൻ മറ്റൊരാളെ ആശ്രയിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം നരകതുല്യമാകും. അവന് ഒരിക്കലും തൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടാനാവില്ല. ദൗർഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് അത്. ഒരു മനുഷ്യൻ സമ്പാദിച്ച പണം അവൻ്റെ ശത്രുക്കളുടെ കയ്യിൽ പോയാൽ ഇരട്ടി പ്രകരമായിരിക്കും അത്.